Hello, Namaskaram. നമ്മൾ എന്നുള്ളത് UNSW, University of New South Wales, and I am here with Reuben Keroy. ഹലോ. ഹായ് റൂബൻ. അപ്പോൾ ഇന്ന് UNSWയിലേക്ക് നമ്മളെത്തി. ഒരു ജസ്റ്റ് ക്യാമ്പസ് വിസിറ്റും നമുക്കൊരു ചെറിയ പോഡ്കാസ്റ്റും ഒക്കെയാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. ദർ ഇസ് സം സർപ്രൈസിങ് ന്യൂസ് ഫോർ ഫ്യൂച്ചർ സ്റ്റുഡൻസ് ഹു ആർ ട്രൈങ് ടു കം ടു ഓസ്ട്രേലിയ. നിങ്ങളുടെ അക്കോമഡേഷൻ റിലേറ്റഡ് ആയിട്ടൊരു പ്രോബ്ലം സോൾവറിൻ്റെ കൂടെയാണ് നമ്മളെന്നുള്ളത്. Hi Jaswin, thank you so much for the introduction. I came to UNSW in 2019. Came on a scholarship, Future of Change scholarship. I came to do my Masters of Architecture. For those who've like seen me around, ആ സമയത്ത് ഒരുപാട് വീഡിയോയും ഫോട്ടോയൊക്കെ ഉണ്ടായിരുന്നു സ്കോളർഷിപ്പ് കാരണം. ബട്ട് did that for the first 2 years and I graduated over here in this building, which is the UNSW's Chancellery building on campus, in upper campus, to 2020 end. ഇപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് UNSWൻ്റെ UNSW ഹൈ സ്ട്രീറ്റ് എന്ന് പറഞ്ഞ ലൈറ്റ് റെയിൽ സ്റ്റോപ്പിലാണ്. UNSW is divided into upper campus and lower campus. It's one of the largest campuses in NSW. നമ്മുടെ തൊട്ട് പുറകെ ഹൈ സ്ട്രീറ്റിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ UNSW റാൻഡ്വിക്കിൻ്റെ ലൈറ്റ് റെയിൽ എടുത്തിട്ട് അതിൻ്റെ സെക്കൻഡ് ലാസ്റ്റ് സ്റ്റോപ്പാണിത്. ഇവിടെ ഇറങ്ങിക്കഴിഞ്ഞാൽ അപ്പർ ക്യാമ്പസിലെ ക്ലാസ്സസ് ഉള്ള സ്റ്റുഡൻസിനൊക്കെ വളരെ അടുത്താണ് നടന്നു പോകാനായിട്ട്. However, if you have classes in the lower campus, it's highly advisable to take the UNSW Anzac Parade Light Rail. അവിടുന്ന് ഡയറക്റ്റ് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ ബിസിനസ് സ്കൂൾ, ആർക്കിടെക്ചർ അങ്ങനെയുള്ള ഡിപ്പാർട്ട്മെൻറ്റുകളുടെ ബിൽഡിങ്ങുകളൊക്കെ അടുത്താണ്. ഈ ബിൽഡിങ്സ് ഒക്കെ എന്താണ്? ഇത് UNSWൻ്റെ ദിസ് ഇസ് ദ ലോവി ക്യാൻസർ റിസർച്ച് സെൻറ്റർ. സോ UNSWൻ്റെ അപ്പർ ക്യാമ്പസ് ഇസ് പ്രൈമറിലി മെഡിക്കൽ ബിൽഡിങ്സ്. ഓക്കെ. അപ്പോൾ അതിൻ്റെ തൊട്ട് പുറകെ ഒരു ഹോസ്പിറ്റലുണ്ട്. And actually ഞാൻ വർക്ക് ചെയ്തിരുന്ന ആർക്കിടെക്ചർ കമ്പനി ഡിസൈൻ ചെയ്ത ബിൽഡിങ്സ് ഒക്കെ ഉണ്ട് അവിടെ. So I've worked in some of those buildings in the design, but ironically a whole, and this is the most posh sort of buildings that have the most funding apart from business school. ഓക്കെ. മെഡിസിൻ സ്റ്റഡീസ് UNSWൻ്റെ ഒരു ഫോർട്ടയാണ്. Medicine and law. മെഡിസിൻ ആൻഡ് ലോ ആണ് UNSWൻ്റെ സ്പെഷ്യലൈസേഷൻ. And most importantly, the infrastructure for medicine is huge. So most of the students that are studying medicine over here usually are interning with a hospital while studying. ഓക്കെ. And a whole അവിടെയുള്ള അക്കോമഡേഷൻ എല്ലാം യൂഷ്വലി നഴ്സസ് ഓർ ഡോക്ടേഴ്സ് ഒക്കെ ആയിരിക്കും. കാരണം ആൻഡ് ദേ വിൽ ബി അക്കോമഡേഷൻസ് ദാറ്റ് ആർ ബോട്ട് ബൈ ദ ഹോസ്പിറ്റൽ. ഓക്കെ. നമുക്ക് പോകേണ്ടത് ആ വഴിയാണ്. ഓൾ റൈറ്റ്. ഇത് UNSWൻ്റെ ഒരു ഫുഡ് കോർട്ടാണ്, മാത്യൂസ് തിയേറ്റേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ. ഇവിടെ വന്നു കഴിഞ്ഞാൽ പവിലിയൻ്റെ അകത്തിരുന്ന് ഫുഡ് ലൈക്ക് ഉള്ള ചെറിയ കടകളുടെ അകത്തു നിന്നൊക്കെ കഴിക്കാം. അല്ലെങ്കിൽ there are a couple of cafes on. ഈ സ്പോട്ടിൽ നിന്നാണ് ഗ്രാജുവേഷൻ്റെ ഫോട്ടോ എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതൊരു ഐക്കോണിക് പ്ലേസ് ആണ്, എല്ലാവർക്കും മെമ്മറി ഉള്ളതാണ് അല്ലേ? ഇതിൻ്റെ ദിസ് ഇസ് വൺ ഓഫ് ദ ഷോട്ട്സ്. ഇവിടെ ക്യൂ ഉണ്ടാവും ഗ്രാജുവേഷൻ്റെ. ഓക്കെ. അവിടെ ലൈബ്രറിയുടെ ഫ്രണ്ടിൽ there is നമ്മുടെ യൂണിവേഴ്സിറ്റിയുടെ പോസ്റ്ററിലൊക്കെ കാണുന്ന ഒരു ഫോട്ടോൻ്റെ ആംഗിൾ ഞാൻ കാണിച്ചു. നമ്മളിപ്പോൾ ലൈബ്രറിയിലേക്കാണ് പോകണേ അല്ലേ? നമ്മുടെ ലൈബ്രറിയുടെ ഫ്രണ്ടിലോട്ടല്ല. ഓക്കെ. ഇതാണ് ഇവർ സ്റ്റുഡൻസ് വരുമ്പോൾ ഏറ്റവും ആദ്യം വരുന്ന സ്ഥലം ഇതാണ്. സ്റ്റഡി ലോഞ്ച് അല്ല, ന്യൂക്ലിയസ്. ഓ, ഇതാണോ സ്റ്റുഡൻറ് ഹെൽപ്പ് ഡെസ്ക്? ന്യൂക്ലിയസ് വരുമ്പോൾ ഏറ്റവും ആദ്യം വരുന്ന സ്റ്റുഡൻറ് ID കാർഡ് കിട്ടുന്ന സ്ഥലം വരെ ഇതാണ്. സ്റ്റുഡൻറ് ID കാർഡ് കളക്ട് ചെയ്യുന്ന സ്ഥലമാണ് ന്യൂക്ലിയസ്. ഇപ്പോൾ ഓരോ സ്ഥലത്ത് ഓരോ സംഭവം. സ്റ്റുഡൻറ് സെൻട്രൽ എന്നൊക്കെയാണ് ഓരോ യൂണിവേഴ്സിറ്റി പറയുന്ന പേര്. ഇവിടുത്തെ ഇവിടെ ന്യൂക്ലിയസ് ആണ്. ന്യൂക്ലിയസിൻ്റെ ഒരു പ്രോ ടിപ്പ് ഫോർ സ്റ്റുഡൻസ് ദാറ്റ് കം, ന്യൂക്ലിയസിന് ഓൺലൈൻ അപ്പോയിൻമെൻറ്റ് എടുക്കാൻ പറ്റും. So you come. ഓക്കെ. അപ്പോയിൻമെൻറ്റ് എടുത്തു കഴിഞ്ഞാൽ ആ ലൗഞ്ചിൽ വെറുതെ കുത്തിരിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ. ടിക്കറ്റ് മെയിൻ ലൈബ്രറി എൻട്രൻസ്. ഒരു ഇൻട്രസ്റ്റിംഗ് സംഭവം നമ്മൾ റൂപം കാണിച്ചിരിക്കുകയാണ്. ഇന്ത്യൻസിനെ റെപ്രസെൻ്റ് ചെയ്ത അല്ലേ? അപ്പോൾ ഗാന്ധിജി അപ്പൂപ്പൻ്റെ സ്റ്റാച്യു വെച്ചിട്ടുണ്ട്. UNSWൻ്റെ ഫോട്ടോയിൽ കാണുന്ന മിക്കവാറും മാർക്കറ്റിംഗ് മെറ്റീരിയൽസിലൊക്കെ കാണുന്ന ലോണാണ്. ഇവിടെയാണ് പിള്ളേർ മോഡൽസ് കുത്തിയിരുന്ന് ഫോട്ടോ എടുക്കുന്നത്. This is UNSW has the largest library in pretty much all of the universities over here. Because ഇതിൻ്റെ ഏറ്റവും മേളിലൊരു സ്റ്റാഫ് ലോഞ്ച് ഉണ്ട്, ആർക്കും അറിയാത്തൊരു കാര്യമാണ്. ഓക്കെ. നമുക്കത് ആക്സസ് ചെയ്യാമോ? എനിക്ക് ആക്സസ് ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ഇൻ ദ ലാസ്റ്റ് ഗ്രാജുവേഷൻ ആൻഡ് ഇൻ മൈ കമ്മിങ് ഗ്രാജുവേഷൻ ഇവിടെ നിന്നാണ് യൂഷ്വലി തൊട്ടിടത്ത് എറിയുന്നത്. Accommodation officer is that John Wolfson campus accommodation office. UNSW സ്റ്റഡി വരുന്ന സ്റ്റുഡൻസിന് UNSW സ്റ്റഡി സ്റ്റേസ് എന്ന് പറഞ്ഞൊരു പോർട്ടലുണ്ട്. സോ Rekro works with them in conjunction with them to help students find accommodation off campus. ഓക്കെ. നമുക്കിപ്പോൾ പുറത്തുള്ള ഈ
വീടുകളാണെങ്കിലും അപ്പാർട്ട്മെന്റ് അങ്ങനത്തെ സംഭവങ്ങൾ. ഓക്കെ. ഓ, അത് നൈസാണല്ലോ. ഇങ്ങനെ അധികം സെല്ലുകളൊന്നും ഇല്ല, പല യൂണിവേഴ്സിറ്റീസിലും ഇല്ല. So we try and find those cells and then partner with them. അതുകൊണ്ടാണ് അവർ ഈ അക്കോമഡേഷൻ്റെ പരിപാടിക്ക് UNSW is trying to help out students അല്ലേ? And that's why and that gives us an unfair advantage sometimes. Yes. Because we are able to like എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ we can like send people to answer those questions to them as opposed to like us. So nice. പേരൻസിന് എൻ്റെ ആദ്യത്തെ ഗ്രാജുവേഷൻ കഴിഞ്ഞ് പേരൻസ് കോവിഡ് കഴിഞ്ഞ് വന്നപ്പോൾ അവരെ ഇവിടെ കൊണ്ടുവന്ന് കുറേ ഫോട്ടോ ഒക്കെ എടുത്തേ. ഇത് UNSWൻ്റെ സീക്രട്ട് സ്പോട്ടാണ്. നമ്മളത് കുറേ നാളുകളുടെ എക്സ്പീരിയൻസോടെയാണ് ഇവിടേക്ക് എങ്ങനെ ആക്സസ് എന്ന് പോലും പിള്ളേർക്ക് അറിയുള്ളൂ എന്നാണ് റൂബൻ പറയുന്നത്. സോ അധികം ആരും അങ്ങനെ ഈ ഫോട്ടോ അങ്ങനെ കാണാറില്ല. ഇങ്ങനെ ലുക്കിംഗ് ഡൗൺ ആ സെൻറ്റർ നല്ലൊരു വ്യൂ ആണല്ലോ. നമ്മൾ കാൻബറ പാർലമെൻറ്റിൻ്റെ അവിടെ നിന്ന് ഇങ്ങനെ കാണുന്ന പോലെ വേറെ പോലത്തെ ഒരു വ്യൂ ആണ്. സോ ആ വ്യൂവിൻ്റെ അങ്ങേറ്റത്താണ് മറ്റേ ലൈറ്റ് റെയിൽസ് ഫോട്ടോ. ഓക്കെ. അതാണ് മറ്റേ ആൻസാക് പരേഡ്. അപ്പം 2 ലൈറ്റ് റെയിൽ സ്റ്റോപ്പുള്ള ആൻസാക് പരേഡും ഉണ്ട്, ഹൈ സ്ട്രീറ്റും ഉണ്ട്. യൂണിവേഴ്സിറ്റിയുടെ OBക്ക് നടക്കുമ്പോൾ നിങ്ങൾ എവിടെയും കൺഫ്യൂഷൻ അടിച്ച് പോകണ്ട. ഇത് ഈ വലിയ പാത്ത് കണ്ടോ, ഇതിൻ്റെ സൈഡുകളിൽ ചെറിയ ചെറിയ സ്റ്റോളുകൾ വെച്ചിട്ടായിരിക്കണം അല്ലേ? യെസ്. ആൻഡ് ഇറ്റ്സ് UNSW I think has the largest OVക്ക് ഓൾസോ. ഒരു ഫുൾ ആഴ്ച മൊത്തം അത് കഴിഞ്ഞിട്ട് OVക്ക് നിന്ന് വെൽനെസ് വീക്ക് എന്ന് പറഞ്ഞ് പിന്നെയും വെക്കും. ഓക്കെ. വെൽനെസ് ഈ മെൻ്റലി സ്റ്റേബിൾ ആവാനും സപ്പോർട്ട് കിട്ടാനും. So UNSWൻ്റെ OVക്ക് is very very coveted because it's ഒരുപാട് ഫ്രീ സാധനങ്ങൾ കിട്ടുന്ന ഒരു OVക്ക്. ലൈക്ക് വാട്ടർ ബോട്ടിൽസ് രാവിലെ എണീറ്റ് റേസറും ഫുഡും എല്ലാം കിട്ടും. ജില്ലറ്റിൻ്റെ ഒക്കെ പാക്കറ്റ് ഓഫ് അടിപൊളി. അപ്പോൾ ഇതൊന്നും നാട്ടിൽ നിന്ന് കൊണ്ടുവരണ്ട, OVക്കിൽ ഇതൊക്കെ കിട്ടുന്നുണ്ട്. ബേസ് ഫ്രീ ഫുഡ് കിട്ടും. OVക്ക് വന്നു കഴിഞ്ഞാൽ ഒരു മിനിമം 2-3 സ്റ്റോളിൽ ഫ്രീ ഐസ്ക്രീം, ഫ്രീ ഫുഡ്, ഫ്രീ സാൻഡ്വിച്ച്, ഫ്രീ സോസേജ് ഒക്കെ കിട്ടും. കഴിക്കുന്നത് എന്താണ് മലയാളികൾക്ക് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാറില്ല. പിന്നെ ബുക്കുകൾ നോക്കേണ്ട ഇഷ്ടംപോലെ പുസ്തകങ്ങൾ കിട്ടും. വരുമ്പോൾ നല്ല പ്രിപ്പയർഡ് ആയിട്ടൊരു ബാഗൊക്കെ ആയിട്ട് വന്ന് ദിവസം മൊത്തം ചിലവാക്കാൻ കുറേ ബാഗ് കിട്ടുമല്ലോ, മറ്റേ ഈ തുണി സഞ്ചി കിട്ടുമല്ലോ, ടോട്ട് ബാഗ്സ് ഇഷ്ടം പോലെ. അതുകൊണ്ട് ഓരോ ക്ലബ്സിൻ്റെ കാണും. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ക്ലബ്ബിൽ സൈനപ്പ് ചെയ്യാൻ പറ്റും. ദാറ്റ് ഈസ് ദ ബിഗ്ഗസ്റ്റ് അഡ്വാൻറ്റേജ്. ലൈക്ക് സോ യൂണിവേഴ്സിറ്റിയിൽ ആരെയും അറിയാത്ത സ്റ്റുഡൻസ് ആണെങ്കിൽ OVക്കിൽ വന്നിട്ട് ഒരു ഫുൾ ഡേ ചിലവഴിച്ച് കഴിഞ്ഞാൽ ഇഷ്ടമുള്ള എല്ലാ ക്ലബ്ബുകളിലും ജോയിൻ ചെയ്യുക. ദാറ്റ് ഈസ് ദ ബെസ്റ്റ് വേ ടു മേക്ക് ഫ്രണ്ട്സ് ഓൺ ക്യാമ്പസ്. അടിപൊളി. എൻ്റെ അഭിപ്രായം നമുക്ക് യൂണിവേഴ്സിറ്റിയുടെ അടുത്ത് തന്നെ താമസിക്കുക എന്നുള്ള 100% അത് തന്നെയാണ് 200%. കാരണം യൂണിവേഴ്സിറ്റിയിൽ ഇപ്പം നമ്മൾ കാണിച്ച പോലത്തെ ലൈബ്രറിയും യൂണിവേഴ്സിറ്റിയുടെ റിസോഴ്സസ് നമ്മൾ കൊടുക്കുന്ന പൈസയ്ക്ക് വാല്യൂ വേണമെങ്കിൽ യു ഷുഡ് ലീവ് നെക്സ്റ്റ് ടു ദി യൂണിവേഴ്സിറ്റി. 2 ടൈപ്പ് സ്റ്റുഡൻസ് ഉണ്ട്. ഒരു സെറ്റ് സ്റ്റുഡൻസ് പാർട്ട് ടൈമിൽ കൂടുതൽ ഫോക്കസ് ചെയ്യുകയും അതെല്ലാം നമുക്ക് ജീവിക്കാൻ പറ്റുകയില്ല എന്ന് ചിന്തിക്കുന്നവർ, അവരാണ് കൂടുതലും വർക്ക് പ്ലേസിനടുത്ത് എടുക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. വേറൊരു ടൈപ്പ് സ്റ്റുഡൻസ് ഉണ്ട്, ദേ തിങ്ക് പാർട്ട് ടൈം നമുക്ക് സർവൈവ് ചെയ്യാൻ മതി ആൻഡ് പഠിക്കാൻ കിട്ടിയ അവസരം ലൈക്ക് നമ്മൾ ഇത്രയും കാശ് കൊടുത്ത് പഠിക്കുമ്പോൾ അതിൻ്റെ ഫുൾ ഫെസിലിറ്റി യൂട്ടിലൈസ് ചെയ്യണമെങ്കിൽ കഴിയുമെങ്കിൽ ക്യാമ്പസിനകത്ത് താമസിക്കുക അല്ലെങ്കിൽ തൊട്ടടുത്ത് താമസിക്കാൻ നോക്കുക. ക്യാമ്പസിൻ്റെ അകത്ത് താമസിക്കാൻ കിട്ടുന്നത് 6% സ്റ്റുഡൻസിന് മാത്രം. സോ ഓൺലി 6% ഓഫ് ദ സ്റ്റുഡൻസ് ആക്ച്വലി ഗെറ്റ് ഓൺ ക്യാമ്പസ് അക്കോമഡേഷൻ. ഓഫ് ക്യാമ്പസ് അക്കോമഡേഷൻ 70% ആണ്. സോ ദ ബെനിഫിറ്റ് ഓഫ് ലൈക്ക് ആദ്യം പറഞ്ഞ കാറ്റഗറിയിലുള്ള സ്റ്റുഡൻസ് will make a little bit more money than the second category, but they are the kind of students from my experience, and I've been working with students for 6 years who struggle getting a full-time job after they graduate. കാരണം നമുക്ക് ഫുൾ ടൈം ജോബ് ആഫ്റ്റർ ഗ്രാജുവേറ്റ് കിട്ടുന്നത് എപ്പോഴാണ്? അതായത് ഫോക്കസ് ചെയ്യുന്ന കുട്ടികൾക്കാണ് ഫുൾ ടൈം കിട്ടാൻ ഡിഫിക്കൽട്ട് ആവുന്നത്. അപ്പോൾ തിങ്ക് ഫോർ ദ ഫ്യൂച്ചർ ആലോചിച്ചിട്ട് പഠിക്കാൻ വന്ന സമയം കൂടുതൽ പഠിക്കാൻ ശ്രമിക്കുക. ആൻഡ് ദെൻ യു വിൽ ഗെറ്റ് 100%. ആൻഡ് അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പം എൻ്റെ ഫസ്റ്റ് ജോബ് എടുത്തോ, ഐ ഗോട്ട് ഇൻ ടു BBA in architecture, which is like Google for architecture companies in Australia. എൻ്റെ യൂണിവേഴ്സിറ്റിയിൽ എന്നെ ആദ്യത്തെ ടേമിൽ 3 മാസം പഠിപ്പിച്ച ഒരു ട്യൂട്ടർ ഉണ്ടായിരുന്നു. ആ ട്യൂട്ടർ റെഫർ ചെയ്തിട്ടാണ് എൻ്റെ ഫസ്റ്റ് ജോബ് കിട്ടിയത്. പക്ഷേ ആ ട്യൂട്ടർ റെഫർ ചെയ്തത് ഞാൻ കോഴ്സ് കഴിഞ്ഞ് 2 കൊല്ലം കഴിഞ്ഞപ്പോഴാണ്. ത്രൂ ഔട്ട് ദോസ് 2 years I stayed in contact, I sent my work, created a network. I couldn't have done that if I was you were working in architecture field, but I didn't work in architecture for 2 years. ഞാൻ ഇഷ്ടം പോലെ പാർട്ട് ടൈം ചെയ്തു. ഡോമിനോസിൽ പഠിച്ചു കഴിഞ്ഞിട്ട് I never had to because I got a job while studying. Like അവസാനത്തെ ഗ്രാജുവേഷൻ ഇരുന്നപ്പോൾ തന്നെയാണ് നമുക്ക് ഈ യൂണിയനിൽ കിട്ടിയത്. പഠിച്ചപ്പോൾ ഗ്രാജുവേഷൻ സെറമണിക്ക് മുന്നേ കിട്ടി. മനസ്സിലാകുന്ന നമ്മൾ തുടക്കത്തിൽ ഡീൽ ചെയ്ത ഒരു ടീച്ചറായിരുന്നു നമ്മൾ അതിനെ ഹെൽപ്പ് ചെയ്തത്. മൈ സ്റ്റോറി ഈസ് ഓൾസോ സിമിലർ. എനിക്കൊരു ഇന്റേൺഷിപ്പ് ഓപ്പണിങ് seek.com കിട്ടിയത് എൻ്റെ ഒരു ലെക്ചറർ ഗാംഗ്ലി എന്ന് പറഞ്ഞ ആളെ ഡീക്കിൻ യൂണിവേഴ്സിറ്റി പരിചയപ്പെട്ടിട്ട് പുള്ളി എന്നെ റെഫർ ചെയ്തിട്ട് ഇന്റേൺഷിപ്പ് പോയി. അപ്പോൾ വൺസ് ഇന്റേൺഷിപ്പ് ഈസ് ഇൻ മൈ പ്രൊഫൈൽ,
people much to more stronger to much more stronger to get a job. ആൻഡ് പാർട്ട് ടൈം ചെയ്യുമ്പോൾ നമ്മൾ ഇത് ഒക്കെ പോകും. ആൻഡ് ഓൾ ഓഫ് ദീസ് ഓപ്പർച്യൂണിറ്റീസ് ക്യാമ്പസിൻ്റെ അടുത്ത് താമസിക്കുമ്പോൾ ഇത്രയും വലിയൊരു ലൈബ്രറിയിൽ ഇറ്റ്സ് എ ട്രഷർ ഹൗസ് ഓഫ് നോളജ്. വർക്കിംഗ് സ്പേസ് മാറ്റേഴ്സ് എ ലോട്ട്. Your home is not going to be the ideal working space because that is your living space. And see, നമ്മൾ താമസിക്കാൻ പോകുന്ന ഹോം ഭയങ്കര ഓസ്ട്രേലിയ ആണെന്ന് കരുതി ഭയങ്കര രസമൊന്നും ആയിരിക്കുകയില്ല. ഇറ്റ് ഈസ് ഡിപ്രസിങ്. ലൈറ്റ്സ് കുറവായിരിക്കും, പഴയ കെട്ടിടമായിരിക്കും, ബിക്കോസ് യു കാണ്ട് അഫോർഡ് ടു പേ ദാറ്റ് മച്ച് റെന്റ്. 100%. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ യു വോണ്ട് ഫീൽ ടു സിറ്റ് അറ്റ് ഹോം and study for like 5-6-7 hours. It's impossible. Whereas ഇവിടെ luxurious settings ഉണ്ട് അകത്ത് which you're paying for it in your fees. So if you're not on campus, like ഇതുപോലത്തെ ലോണിലൊക്കെ ഇരുന്ന് പഠിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ യൂണിവേഴ്സിറ്റിയുടെ അടുത്ത് നിൽക്കുക. അല്ലെങ്കിൽ വന്ന് കഴിയുമ്പോൾ അതുപോലെ നമ്മൾ ഫ്രണ്ട്സിൻ്റെ കൂടെയൊക്കെയാണ് ലൈക്ക് നമ്മൾ ക്യാമ്പസിൽ വരുമ്പോൾ നമുക്ക് പഠിക്കുന്നത് എൻജോയബിൾ ആക്കുക. ഇപ്പോൾ പഠനം പാൽപ്പായസമാണ് ഉണ്ണി. എങ്ങനെയാണ് ഈ പാൽപ്പായസം ആകുന്നതെന്ന് ചോദിച്ചാൽ വി ഹാവ് ടു മേക്ക് ഇറ്റ്. അത് നമ്മൾ ചിലപ്പോൾ നല്ല ഫ്രണ്ട്സിനെ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് കൂടെ പഠിക്കുന്ന പിള്ളേരുടെ കൂടെ ലൈബ്രറി സ്പോട്ട് ബുക്ക് ചെയ്യാം. നമുക്ക് റൂംസ് 2 hours വെച്ച് ബുക്ക് ചെയ്യാം. അപ്പോൾ 4 പേരുടെ ID കാർഡ് ഉണ്ടെങ്കിൽ 8 hours സ്ലോട്ട് ബുക്കായി. ഇപ്പോൾ പരീക്ഷയുടെ മുന്നേ അസൈൻമെൻറ്റിന് മുന്നേ ഒക്കെ. And it's always booked out, which means it's in demand. And way more importantly, when I was doing architecture, so that building that you're walking towards is the Red Center, which is the architecture building. It's now called, I think, the Anita B. Lawrence building. But more importantly, like I lived on campus, and architecture is one of the profession where you need a high specification laptop. Yes, because you have to do renderings in the kitchen. Yes. Whereas on campus there are computer labs that give you access to systems. അതെ, നമുക്ക് അത്രയും ഹൈ കോൺഫിഗറേഷൻ ഉള്ള ഒരു 13-inch ലാപ്ടോപ്പ് വെച്ചാണ് എൻ്റെ ഇപ്പോൾ ബാഗിലിരിക്കുന്ന സെയിം ലാപ്ടോപ്പാണ് ഞാൻ ഓസ്ട്രേലിയയിൽ വന്നത്. ഈ ലാപ്ടോപ്പ് ഐ barely used in my education because I've lived on campus, and this is even during COVID. This is the same story. ഞാൻ എന്തിനാ റൂബനെ പരിചയപ്പെടുത്തുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇത് പറയാറുണ്ട്. പക്ഷേ എനിക്ക് വേറെ ആളിപ്പോൾ സപ്പോർട്ടീവായിട്ട് സംസാരിക്കുമ്പോൾ people will understand this is how, you know. You don't need to buy the most expensive laptop. സക്സസ്ഫുൾ ആകുന്ന സ്റ്റുഡൻസിന് ഇതാണ് എപ്പോഴും പറയാനുള്ള സ്റ്റോറി. ഫോക്കസ് മോർ ഓൺ സ്റ്റഡീസ്. ഈ ലാപ്ടോപ്പ് 13 ഇഞ്ചും നല്ല സ്ട്രാറ്റജി കേട്ടോ. ഞാനത് കിടക്കാം. 17 ഇഞ്ചിൻ്റെ 15 ഇഞ്ചിൻ്റെ ഡെല്ലിൻ്റെ ലാപ്ടോപ്പ്. ഇറ്റ് വാസ് ഹെവി. ഞാനത് ഒരിക്കലും യൂസ് ചെയ്തിട്ടില്ല. പിന്നെ ഒരു ക്വസ്റ്റ്യൻ ആണ്, മാക്ബുക്ക് വേണോ വിൻഡോസ് വേണോ? I am an architect and I'll tell you use a Windows. Yes. Not because MacBook is bad. I love MacBook. I work in MacBook when I'm designing സോഫ്റ്റ്വെയർസ് ഒക്കെ നമുക്ക് more comfortable. യെസ് അത് തന്നെയായിരുന്നു കൂടുതൽ വേറെ ആൻസർ. ഇപ്പം ഞാൻ ഡേറ്റ സയൻസ് പഠിച്ചപ്പോൾ എൻ്റെ ടൂൾസ് ആറും പൈത്തനും ഒക്കെ ഇറ്റ് കുഡ് വർക്ക് ബോത്ത് ഓൺ മാക്ക് ഇത്. അപ്പം ഞാൻ അതുകൊണ്ട് മാക്ക് പറയായിരുന്നു. പക്ഷേ നൗ ആഫ്റ്റർ എ സർവേ ഫ്രം സ്റ്റുഡൻസ് cracked licenses സ്റ്റുഡിയോ ഈസ് ടെല്ലിങ് ദ സെയിം തിങ്. വിൻഡോസ് തന്നെ എടുക്കാൻ നോക്കുക. That's the best. Yeah, and like it does it. See, I only believe in Mac if everything you own is Mac. Yes. If you have an iPhone, you have an iPad, and then you're buying a laptop, buy a Mac. Don't and I've told the students again a lot, don't go for like really expensive mobile internet plans. On campus, you always have Wi-Fi. At your home, you always have Wi-Fi. വീട്ടിൽ നിന്ന് ക്യാമ്പസിലോട്ടേക്ക് നടക്കുന്ന ദൂരത്ത് മാത്രം ഇന്റർനെറ്റ് മതി. Yes. So ഇതാണ് ആർക്കിടെക്ചറിൻ്റെ ആർക്കിടെക്ചർ ലൈഫ് ബിൽറ്റ്. ഇവിടെയാണ് റൂബൻ സമയം മുഴുവൻ ചെലവഴിച്ചത്, 2 കൊല്ലം. അപ്പോൾ വീണ്ടും മറ്റൊരു ഇൻഫോർമേറ്റീവ് വീഡിയോയിലേക്ക് കാണും വരയ്ക്കും. ദിസ് ഇസ് ജസ്വിൻ സൈനിങ് ഔട്ട് ഫ്രം ഓല വേൾഡ് യൂട്യൂബ് ചാനൽ.